ഹലോ ഗായ്സ് ഇസ് മി വർസ് ബോയ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടതുപോലെ മുംബൈ വ്ളോഗാണ്. സോ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഡേ മുംബൈയിൽ ഞാൻ പോയ ഫസ്റ്റ് ഡേ ജസ്റ്റ് ഒന്ന് കറങ്ങാനാണ് പോയത്. ഒരു ട്രെക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നോടിയായിട്ട് പ്രയറായിട്ട് ഞാൻ മുംബൈ ജസ്റ്റ് ഒന്ന് കറങ്ങി. അതിൻ്റെ ഫസ്റ്റ് ഡേയുടെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ തുടങ്ങണം എന്ന് വെച്ചാൽ വർക്കൊക്കെ ചെയ്ത് ബോറടിച്ച് ഫസ്റ്റ് ഞാൻ അങ്ങ് ട്രെയിൻ കയറി അങ്ങ് പോവുകയാണ്. ട്രെയിൻ എന്ന് പറഞ്ഞാൽ തേർഡ് എ സി ആണ് ഞാൻ ബുക്ക് ചെയ്തത്. തേർഡ് എ സി നല്ല സെറ്റപ്പായിരുന്നു. കുറേ വ്യൂസൊക്കെ കണ്ട് ഞാൻ ടാബ്ലറ്റ്, നിങ്ങൾ എന്തായാലും ഇത്രയും ലോങ് പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പം ടാബ്ലറ്റ് വല്ലതും എടുത്തേക്കണേ ഒരു സിനിമയൊക്കെ കാണാനേ. ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ്. അങ്ങനെ ഏതൊരു ഹെറർ എന്ന് പറഞ്ഞൊരു ഫിലിമൊക്കെ കണ്ട്, സിനിമ ഏതാണ്ട് നൈസായിട്ടുള്ള ഫിലിം. കുറച്ച് സിനിമ കണ്ടപ്പോൾ കുറച്ച് ബോറടിച്ച്, അതിനുശേഷം സിനിമ കണ്ടതിന് ശേഷം കുറച്ച് ബോറടിച്ചതിന് ശേഷം ഞാൻ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് നല്ല വൈബായിരുന്നു. കാസർഗോഡൊക്കെ എത്തി. ഇവിടെ എനിക്ക് തോന്നുന്നു കാസർഗോഡൊക്കെ എത്തി. ഞാനിവിടെ നിന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇതിൽ ടാപ്പില്ല. ഞാൻ പോയി ചോദിച്ചത് എങ്ങനെ ടാപ്പില്ലാതെ എങ്ങനെയാണ്? അപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ സത്യം മനസ്സിലാക്കിയത് അവിടെ ഒരു ചവിട്ടിനൊരു സുനാപ്പി ഉണ്ടെന്ന്. ആ ഒരു സുനാപ്പി ചവിട്ടിക്കാൻ അവിടെ വെള്ളം വരും. ഭയങ്കര കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഗൈസ്. അതിനുശേഷം അവിടെ എ സി ഭയങ്കര തണുപ്പായതുകൊണ്ട് 2 എൻജിനീയേഴ്സ് എന്തോ വന്നത് ചെയ്ത്. പിന്നെ എനിക്കിതിനെപ്പറ്റി വലിയ വിവരം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ മൂലയിൽ നിന്ന് അങ്ങ് മാറി നിന്ന് ഞാൻ വ്ളോഗിന് വേണ്ടി അങ്ങ് ഫോക്കസ് ചെയ്തു. കുറച്ചിട്ട് അവിടെ നിന്നപ്പം ആരെങ്കിലും ഇനി ചവിട്ടി കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാത്ത സ്ഥലം ആയതുകൊണ്ട് ഞാൻ നൈസിനായിട്ട് അകത്ത് തന്നെ കയറി. വെറുതെ എന്തിനു ചവിട്ടി കളയുന്നേ. അതിനുശേഷം ഈ പയ്യനൊന്ന് ശ്രദ്ധിച്ചോണം. ഈ പയ്യനാണ് എൻ്റെ രക്ഷകൻ എന്ന് വെച്ചാൽ വലിയ രക്ഷകനാണ്. അങ്ങനെ ഈ പയ്യന് ഞാനുമായിരുന്നു ഭയങ്കര കമ്പനി. നമ്മൾ ഭയങ്കര കൂട്ടായി. അവൻ മലയാളിയായിരുന്നു. ഒരു പോയിൻ്റ് കഴിയുമ്പോൾ അവൻ ഇറങ്ങും. അപ്പോൾ എനിക്ക് വിഷമവും. അത് നമുക്ക് സംസാരിക്കാം. അതിനുശേഷം നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വേറെ സ്റ്റേഷൻ എത്തിയപ്പോൾ അവിടെ കുറേ പട്ടികൾ ഇങ്ങനെ ബോ കുരച്ചിട്ട് അങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരുന്നു. അതിനകത്ത് കയറുമെന്ന് ഞാൻ പേടിച്ചു. എന്തോ ഭാഗ്യത്തിന് അകത്തൊന്നും കയറിയില്ല. അവസാനം കുറച്ചൊന്ന് വിശന്നിരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കയ്യിൽ ഫുഡൊന്നുമില്ല. അങ്ങനെ നേരത്തെ ആ പയ്യൻ എനിക്ക് ഫുഡ് തന്നു ഗൈസ്. അവൻ നേരത്തെ ഓർഡർ ചെയ്ത ഡോമിനോസിൻ്റെ ഒരു ഫുൾ പിസ്സ എനിക്ക് തന്നു. അതും കഴിച്ച് അന്ന് രാത്രി മൊത്തത്തിൽ കഴിഞ്ഞു. അങ്ങനെ നമുക്ക് അടുത്ത ദിവസത്തേക്ക് രാവിലെ കാണാം ഗൈസ്. രാവിലെ തന്നെ എണീച്ചപ്പോഴേക്കും ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു. നല്ല വ്യൂ എന്ന് വെച്ചാൽ ഒടുക്കത്തെ വ്യൂ ആയിരുന്നു. ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു വൈബായിരുന്നു. രാവിലെ തന്നെ ഈ പാറയും വെള്ളവും വെള്ളച്ചാട്ടവും വെള്ളപ്പൊക്കവും എല്ലാം കണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് പല്ലൊക്കെ തേച്ച് ഇരുന്നതിന് ശേഷം ഒരു 2-3 വെള്ളച്ചാട്ടമുണ്ട്. അവിടെ കുറേ ഒന്ന് കുളിച്ചാലോ എന്ന് തന്നെ ഞാൻ ആലോചിച്ച്. അങ്ങനെ ഇരുന്ന് ഉക്ഷി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയത്. ഉക്ഷി എത്തിങ്ങനെ പല്ല് തേച്ചിട്ട് ഞാൻ റൈറ്റ് സൈഡ് നോക്കിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഞാൻ പോലും അറിയാണ്ട് ലെഫ്റ്റ് സൈഡ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ മോനെ, ആ വ്യൂ ഒടുക്കത്തെ വ്യൂ ആയിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ഇവിടെ ഭയങ്കര ടണലും കുണ്ടും കുഴിയുള്ള സെറ്റപ്പുകളാണ്. അതിനുശേഷം ടണൽ കുറേ ഉണ്ട്. അപ്പോൾ എന്താണ് സംഭവം മനസ്സിലാവാതെ പോയപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുറേ ടണലുകൾ വന്നു. ടണൽ വരുന്നു, വെളിച്ചം വരുന്നു, ടണൽ വരുന്നു. അങ്ങനെ ഈ ടണലിൽ നിന്ന് വെളിച്ചത്തോട്ട് പോകുമ്പോൾ ഉള്ളൊരു വൈബ് മറ്റേ നാനേ നാനേ നാഗിരേ ആ പാട്ടില്ലേ, ആ പാട്ടിൻ്റെ വൈബായിരുന്നു. അങ്ങനെ എന്നെ ഇലയൊക്കെ അടിച്ചു ചെറുതായിട്ട് കവിളിൽ ഒരു ഇല ഒന്ന് അടിച്ചു. അതിനുശേഷം കുറേ ടണൽ നിങ്ങൾ കാണുന്ന പോലെ കുറേ ടണലിൽ കയറുന്നു പോകുന്നു അങ്ങനെയായിരുന്നു സെറ്റപ്പ്. പിന്നത്തെ ടെമ്പറേച്ചർ കുറച്ച് ഹ്യൂമിഡിറ്റി കയറി വന്ന് മുഖത്തൊക്കെ ചെറുതായിട്ടിങ്ങനെ നനയുന്നുണ്ടായിരുന്നു. അങ്ങനെ മുഖം ചെറുതായിട്ട് ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ചിങ്ങനെ വൈബ് അടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഭയങ്കര മഴ പെയ്തു. അങ്ങനെ പുറത്ത് നിൽക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി അകത്ത് കയറി വന്നു കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ലോൺ വൈബ് അടിച്ചിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഫ്രണ്ട് പയ്യൻ ഇറങ്ങാനുള്ള സ്റ്റേഷൻ ആവാറായി. അവൻ്റെ ആ വിഷമം കണ്ട് ലൈക്ക് അടുത്ത സ്റ്റേഷനാണ് അങ്ങനെ അവൻ ഇറങ്ങി. താനേ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ഇറങ്ങി. എനിക്ക് LTTയിലാണ് ഇറങ്ങാനുള്ളത്. അങ്ങനെ അവനെ നല്ല വൃത്തി യാത്രയാക്കിയതിന് ശേഷം ഞാൻ തിരിച്ചെൻ്റെ സീറ്റിൽ പോയിരുന്നു. അതിൻ്റെ അടുത്ത സ്റ്റേഷൻ തന്നെ LTT. അപ്പം നമ്മുടെ സ്റ്റേഷൻ എത്തി. ലോകമാന്യ തിലക് LTT എന്ന് പറയും. അവിടെ ഞാനാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂൾ ബാഗും എൻ്റെ അല്ലാത്ത ബാഗും ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നടന്ന് കുറച്ച് എത്തിയപ്പോഴേക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എൻ്റെ ബോഗിൽ തന്നെ കുറച്ച് വേറെ മലയാളികളുണ്ടായിരുന്നു. അവർ ജർമ്മൻ്റെ എക്സാം എഴുതാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവരോട് ക്ലബ് ചെയ്യാം. അങ്ങനെ അവരോട് LTTയിൽ നിന്ന് നമ്മൾ ലോക്കൽ ട്രെയിൻ പിടിച്ച് നമ്മൾ ശിവാജി ടെർമിനൽ മെയിൻസ് CSR സെൻട്രൽ, എൻ്റെ പേര് പറഞ്ഞു, ശിവാജിയാണ് മെയിൻ സ്ഥലം. അപ്പോൾ അവിടെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ആ പയ്യന്മാർ ജർമ്മൻ ഭാഷ പഠിച്ചതിന് ശേഷം എക്സാം എഴുതാൻ വരുന്ന പിള്ളേർ. അപ്പോൾ ലെഫ്റ്റിൽ സ്ലമ്മാണ് ചെറുതായിട്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്നു നമ്മുടെ മെയിൻ സ്റ്റേഷനായ CSTO ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം അല്ല, ശിവാജി ടെർമിനൽ. ഞാൻ പേരിവിടെ ഞാൻ ഹാഷ്ടാഗ് ഇട്ടേക്കാം. അപ്പോൾ അവിടെ എത്തി. ഇവിടുത്തെ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല ഗൈസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രിട്ടീഷൊക്കെ സെറ്റപ്പ്. അവൻ്റെ ഛത്രപതി ശിവാജി CST എന്ന് പറയും. ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗൈസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള വൺ ഓഫ് ദ ബിസിയസ്റ്റ് റെയിൽവേസ് ഉള്ളതാണ് മുംബൈയിൽ. ഇവിടുത്തെ ഭംഗി തന്നെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഇവിടുത്തെ മൊത്തത്തിലുള്ള ഭംഗി തന്നെ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ആ ഒരു ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു ആർക്കിടെക്ചർ തന്നെ നല്ല
ഭയങ്കര ഭംഗിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബിൽഡിംഗ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാണെങ്കിൽ ഇവിടെ രാത്രിയാകുമ്പോൾ ഞാൻ എൻ്റെ ഭംഗി കാണിച്ചു തരാം. ഇതിൻ്റെ രാത്രിത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയ ശേഷം ഇതിൻ്റെ അപ്പുറത്ത് വഴിയാണ് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ സബ്വേ കയറി നമ്മൾ താഴോട്ട് പോകണേ, അത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതുവഴി നമ്മൾ താഴെ കൂടെ വേണം പോകാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ റോഡൊക്കെ മനസ്സിലാക്കിയ ശേഷം ഞാൻ അവിടെ നിന്നൊരു വടാപ്പാവ് കഴിച്ചു. വടാപ്പാവ് എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് തന്നെ കഴിച്ചു. ഒരു രക്ഷയില്ലായിരുന്നു കേസ്. ഞാൻ വിചാരിച്ചിരുന്ന സാധാരണ വടാപ്പാവൊന്നുമല്ല, ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇവരുടെ എക്സാം സെൻറ്ററിലോട്ടൊന്ന് നടന്ന് നീങ്ങി. എക്സാം സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് ഇവരോട് അങ്ങ് സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ലാഭമായി. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ടാക്സിയൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ ബർഗീനിങ് ഒക്കെ ചെയ്ത്, എനിക്കിന്നെ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് അവർക്ക് ലാഭമായി, എനിക്ക് ലാഭമായി, എനിക്കും കൂട്ടായി, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടാക്സിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഒരു പൂച്ചയുടെ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഒരാൾ ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോൾ ഈ പൂച്ചകളെല്ലാം കൂടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുറേ പൂച്ചകളുണ്ട്, പട്ടീനേക്കാളും പൂച്ചകളോടെ കൂടുതൽ. അങ്ങനെ ഇവിടെ എക്സാം സെൻറ്റർ ഒടുവിൽ കണ്ടുപിടിച്ചു ഗൈസ്. 3 പേരുണ്ട് മൊത്തത്തിൽ. അപ്പം നമ്മൾ നടന്ന് നീങ്ങി കുറച്ച് നടന്നു, എക്സാം സെൻറ്റർ കണ്ടുപിടിച്ചു, അവരങ്ങ് സെറ്റിലായി. ഞാനും സ്റ്റേ ഒക്കെ അവരുമായിട്ട് സെറ്റായതിനു ശേഷം ഞാൻ നേരെ വന്ന് നമ്മുടെ മറൈൻ ഡ്രൈവ്, മുംബൈ മറൈൻ ഡ്രൈവ്, നമ്മളെ ഏത് സിനിമയിലാണ്, നമ്മുടെ മേക്കപ്പ് സിഡിൽ കാണിക്കുന്ന ആ ഒരു ലൊക്കേഷനാണ്. ഇവിടെ രാത്രി തന്നെ വരണം. അപ്പം ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഇരുട്ടി ഇവിടെ ഫുള്ള് ലവേഴ്സിൻ്റെ സ്പോട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ സ്പോട്ടാണ്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നല്ലൊരു സ്പോട്ടിലിരുന്നു. ഞാൻ നൈറ്റ് വരെ ഇരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോഗ്രാഫി സ്കിൽസിന് വേണ്ടി ഞാൻ ഓരോ ആംഗിളൊക്കെ അങ്ങ് പരീക്ഷിച്ചു. അത് നമ്മൾ സിനിമയെ കാണുന്നത് പോലെ തന്നെയാണ്. പക്ഷേ സിനിമയെ കാണുന്നേക്കാളും അവിടെ പോയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ഭയങ്കര രസമുണ്ട്. ഭയങ്കര പീസ് ഓഫ് മൈൻഡും ഭയങ്കര എന്തോ ഒരു ഭംഗിയുണ്ട്. ഈ ഒരു സ്പോട്ട്, മുംബൈയിൽ ഈ ഒരു സ്പോട്ടിന് ഭയങ്കര ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ആയിട്ട് കുറച്ച് 2 മണിക്കൂർ 3 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് കാണാമല്ലോ, ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന വ്യൂ അതാണ്. ക്യൂൻസ് നെക്ലസ് എന്നാണ് തന്നെ പറയണം. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ മെയിൻ സ്ഥലത്തോട്ട് നടക്കണം. ഇവിടെ 2-3 കിലോമീറ്റർ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്ന് നീങ്ങുകയാണ്. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. ബസ്സിൻ്റെ ലൈറ്റ് ആയാലും റോഡിൻ്റെ ലൈറ്റ് ആയാലും ബിൽഡിങ്ങുകളിൽ ഇടുന്ന ലൈറ്റ് ആയാലും മൊത്തത്തിലൊരു കളർഫുൾ വൈബാണ്. അപ്പോൾ ഞാൻ പതുക്കെ ഇവിടെ നിന്ന് നടന്ന് നീങ്ങിയപ്പോൾ കാണുന്ന ബിൽഡിങ്സാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇവർ ഭയങ്കര കളർ സയൻസും ലൈറ്റ് സയൻസൊക്കെ നല്ല വൃത്തി നോക്കുന്ന ആൾക്കാരാണ്. എന്തായാലും ചുറ്റും ബിൽഡിങ്സാണ്. ചുറ്റുമുള്ള ബിൽഡിങ്സിലൊക്കെ ഭയങ്കര ലൈറ്റാണ്. ഞാൻ ഒന്നും കണ്ട് പ്രേരിതമായി നടന്നതല്ല, ഞാൻ വെറുതെ അങ്ങ് നടന്നതാണ്. അങ്ങനെ കുറേ ബിൽഡിങ്സും ഗ്രീനറിയും അങ്ങനത്തെ ഭംഗിയുള്ള സ്കൾപ്ചേഴ്സും. ഇവിടെ ഒരു ഫൗണ്ടനാണ്, നിങ്ങൾക്ക് കാണുന്ന ആ ഫൗണ്ടനാണ്. അതും ഭയങ്കര രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ സാറയുടെ ബിൽഡിങ്ങാണ്, സാറയുടെ ഹോൾ ബിൽഡിങ് സാറയുടെയാണ്. ഭയങ്കര സെൻറ്ററായിട്ടുള്ള ലൊക്കേഷനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ നമ്മുടെ CST ഛത്രപതി ശിവജി ടെർമിനൽ. രാത്രിത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഭംഗിയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ രാവിലെ കഴിച്ച ആ സ്പോട്ടിൻ്റെ അടുത്ത് തന്നെ, അവിടെയാണ് വടാപ്പാവ് മെയിനായിട്ടുള്ളത്. അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ നിന്ന് തന്നെ രാവിലെ ഇതിൻ്റെ അടുത്തുള്ള സ്പോട്ടിൽ തന്നെ വടാപ്പാവ് രാവിലെ കഴിച്ചു. ഇതും നല്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ്. അതായത് നമ്മൾ CSTയുടെ കറക്റ്റ് ഓപ്പോസിറ്റ് വടാപ്പാവ് എന്ന് എഴുതിയിരിക്കുന്ന ആ സ്പോട്ട് ഭയങ്കരമാണ്. ഞാൻ അതിൻ്റെ അടുത്തൂടെ സൈഡിൽ കൂടെ കുറച്ച് അകത്തോട്ട് വഴിയുണ്ട്. അതിനകത്ത് ഫുള്ള് ഇങ്ങനെ ഫുഡ് സ്പോട്ടുകളാണ്, നിങ്ങൾക്ക് കാണുമല്ലോ. അതുവഴി ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവിടെ ഫുള്ള് ഫുഡ് സ്പോട്ടാണ്. അവിടെ നിന്ന് ഞാനാണെങ്കിൽ എന്ത് കഴിക്കണം, വടാപ്പാവ് രാവിലെ കഴിച്ചുകൊണ്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് പാവ് ഭാജി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പാവ് ഭാജി ചോദിച്ചു, അമൂൽ എക്സ്ട്രാ ചീസ് പാവ് ഭാജി. രണ്ടാമത്തത് കഴിച്ചു. ഒന്ന് കഴിച്ചതിന് ശേഷം രണ്ടാമത്തത് കഴിച്ചു. 1ഉം 2ഉം ഒരു രക്ഷയില്ല. അങ്ങനെ നൈറ്റ് അങ്ങ് തീർന്നു. ഇതൊന്നും നല്ല ടയറിങ് ആയിട്ടുള്ള ദിവസമായിരുന്നു. എന്തായാലും വ്ളോഗ് 2 ഉടനെ വരും. സ്റ്റേ ട്യൂൺഡ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അണ്ടിൽ ദെൻ ദിസ് ഈസ് യുവർ സ്പോയ് സൈനിങ് ഔട്ട്.